ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അൻവറിനെ ഇനി ആരും വിളിക്കരുത്, അനുനയ ശ്രമങ്ങൾ നടത്തരുത്. അൻവർ ഇനി ആരുമായും കൂട്ടിനില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് തെളിയിക്കാനിരിക്കുകയാണ്. മത്സരിച്ചു തെളിയിക്കണമെന്ന ആഗ്രഹത്തിന് സുമനസ്സുകളുടെ സഹായവും തേടുന്നുണ്ട്. പണമായും പിന്തുണയായും സഹായിച്ചാൽ മത്സരിക്കും. ഇടത് വലത് സ്ഥാനാർത്ഥികളുടെ ആവേശപ്പെരുക്കത്തിൽ അപശബ്ദമുയർത്തി എത്ര നാൾ PV അൻവറിന് തുടരാനാകും? പിണറായിസത്തോടുള്ള അൻവറിന്റെ പോരാട്ടം അവസാനിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വിലപേശൽ വിലപ്പോവാഞ്ഞാണോ അൻവർ ഇടഞ്ഞത്? കക്കാടംപൊയിലെ പാർക്ക് പൂട്ടിച്ച, ഭൂമി ഇടപാട് കേസ് കൊടുപ്പിച്ച ആര്യാൺ ഷൌക്കത്തിന് വേണ്ടി എങ്ങനെ വോട്ട് തേടും എന്നതാണോ അൻവറിന്റെ മുന്നിലെ പ്രതിസന്ധി? VS ജോയെ വലതുവശത്ത് നിർത്തി പുതിയ KPCC നേതൃത്വം മുൻനിരയിൽ നിന്നും ഷൌക്കത്തിന്റെ പത്രികാ സമർപ്പണത്തിന് പോയത് PV അൻവറിന് കൂടിയുള്ള മറുപടിയല്ലേ? അമ്പിനും വില്ലിനും എടുക്കാത്ത PV അൻവറിന്റെ അധിക പ്രസംഗത്തിന്റെ ആയുസ് എത്ര? അൻവറിസം അവസാനിച്ചോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ലീഗ് പ്രതിനിധി PK നവാസ്, തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി KT അബ്ദുറഹ്മാൻ, IANS അസോസിയേറ്റ് എഡിറ്റർ അരുൺ ലക്ഷ്മൺ എന്നിവരാണ് ഉള്ളത്. ഞാൻ ആദ്യം തൃണമൂൽ പ്രതിനിധി KT അബ്ദുറഹ്മാനിലേക്ക് പോവുകയാണ്. ശ്രീ KT അബ്ദുറഹ്മാൻ, ഇപ്പോൾ PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ അവസാന തീരുമാനത്തിലെത്തിയോ? അദ്ദേഹം UDF-നൊപ്പം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മത്സരിക്കാനില്ല എന്നാണ് രാവിലെ പറഞ്ഞത്. വൈകിട്ടായപ്പോഴേക്കും ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ജനം ഇങ്ങനെ പിന്തുണയുമായി പണമായി സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമീപിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒടുവിലത്തെ തീരുമാനം? സ്മൃതി, ഇന്ന് രാവിലെയാണ് ബഹുമാന്യനായിട്ടുള്ള PV അൻവർ വാർത്താസമ്മേളനം വിളിച്ചുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. മത്സരിക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക പ്രയാസം തന്നെയാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം 2016 അല്ലെങ്കിൽ അതിനു മുമ്പ് ഉള്ള മത്സരങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അദ്ദേഹം അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം MLA ആയതിനു ശേഷം നാനാഭാഗത്തു നിന്നുള്ള ചില ആളുകളുടെ ചില കോണുകളിൽ നിന്നുള്ള ആക്രമണം അദ്ദേഹത്തിനുണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇന്ന് വളരെ പരിതാപകരമാണ് എന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മുടെ CPM നേതാക്കന്മാർക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി നിലമ്പൂരിലെ മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നിലമ്പൂരിലേക്ക് മത്സരത്തിന് പോവണമെങ്കിൽ അത്യാവശ്യം ക്യാഷ് വേണം. ഒരു ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, മറ്റുള്ള ഇലക്ഷന് ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോലെ നേരിടാൻ പറ്റിയ ഒരു കാലാവസ്ഥയിലല്ല എന്നെല്ലാവർക്കും അറിയാം. അതിന് അത്യാവശ്യം നല്ല പണം തന്നെ വേണം. ആ പണം ഇടത് വലത് മുന്നണികൾ യഥേഷ്ടം ഒഴുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അതിനിടയ്ക്ക് പണമില്ലാതെ ബഹുമാന്യനായിട്ടുള്ള PV അൻവർ മത്സരത്തിന് ഇറങ്ങിയാലുണ്ടാകാവുന്ന ഒരു പ്രയാസമാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിലും അദ്ദേഹം പത്രസമ്മേളനം നടത്തിയതിന് ശേഷം പല കോണുകളിൽ നിന്നുമുള്ള സഹായ ഹസ്തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നീണ്ടുവരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്. KT അബ്ദുറഹ്മാൻ, തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ഒരു ചെറിയ പാർട്ടിയല്ല. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സാമ്പത്തികമായി ഇവിടെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ അവിടെ പണം ഇറക്കില്ല എന്നാണോ ജനം വിശ്വസിക്കേണ്ടത്? തൃണമൂൽ കോൺഗ്രസിന് ഇറക്കാൻ പണമില്ല എന്നാണോ? PV അൻവറിനില്ല എന്നാണോ? ഇപ്പോൾ M സ്വരാജും ആര്യാടൻ ഷൌക്കത്തും സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അല്ലല്ലോ. അതത് പാർട്ടികളും മുന്നണികളുമാണല്ലോ അതിനുള്ള പണം കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ പാർട്ടിയുണ്ട്, തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയല്ലേ? അതെ, സ്മൃതി പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഇവിടെയുള്ള കാര്യമെന്ന് ചോദിച്ചാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എന്താണ് കരുതുന്നത്? തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സ്വാഭാവികമായിട്ടും കരുതുക ഈ ഇലക്ഷനകത്ത് കേരളത്തിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല അവരോട് ഫണ്ട് വേണമെന്നുള്ളത്. ഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇലക്ഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് തരാൻ ഉള്ള ബാധ്യതയും അതിന് കഴിവുമുള്ള പ്രസ്ഥാനം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ്. ഈ
പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാര്യം അറിയേണ്ടതുണ്ട്. അദ്ദേഹം ഏത് ഇലക്ഷനിൽ മത്സരിക്കുമ്പോഴും ആരിൽ നിന്നും പണം വാങ്ങുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. 2016 ഇലക്ഷനിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിനകത്തേക്ക് അദ്ദേഹം LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശനം ചെയ്യുമ്പോൾ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർ സ്വാഭാവികമായിട്ടും പിരിവ് നടത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് ശരി തന്നെയാണ്. എന്നിരുന്നാലും ഒരു നല്ലൊരു സംഖ്യ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നാണ് ഇതൊക്കെ ഇറക്കുന്നത് എന്ന് നാം ഓർക്കണം. അതുപോലെ തന്നെ സ്വന്തം മത്സരിച്ചപ്പോഴും അബ്ദുറഹിമാൻ നന്നായി പണമിറക്കിയാണ് മത്സരിച്ചിരുന്നത് എന്നും പറയാം. ഇപ്പോൾ ആ പണമിറക്കാനുള്ള ത്രാണിയില്ല. അങ്ങനെ പണമിറക്കാൻ ത്രാണിയില്ലാതാക്കിയതിൽ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനും ഒരു പങ്കുണ്ടോ? താങ്കൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഒരാളായി ആര്യാടൻ ഷൗക്കത്തിനെ കൂടി ചേർക്കുന്നുണ്ടോ? ആ പേര് ആ രൂപത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ വേണ്ടി വോട്ട് ചോദിക്കാൻ എങ്ങനെ അൻവറിന് സാധിക്കും എന്നുള്ളതാണ് പ്രാഥമികമായ ചോദ്യം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ പറയുന്നു, VD സതീശൻ എന്ന ഒറ്റ നേതാവാണ് തന്നെ രാഷ്ട്രീയമായി കൊല ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ അതിലപ്പുറമുള്ള കാര്യം ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ തനിക്ക് പറ്റില്ല എന്നുള്ളത് തന്നെയല്ലേ? അല്ലല്ല, അങ്ങനെയല്ല. ആര്യാടൻ ഷൗക്കത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായാൽ അദ്ദേഹം പിന്തുണക്കുമെന്ന് ഒരുപാട് പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞതാണ്. അത് UDFിൻ്റെ നേതൃത്വത്തെയും അറിയിച്ചതാണ്. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അതിനേക്കാളുമൊക്കെ UDFിൻ്റെ വിജയമാണ് അദ്ദേഹം ആഗ്രഹിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം UDFിന് ഒരു വിലപേശലുമില്ലാതെ UDF വിജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അതിനെ UDFിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണ്. ഈ വലിയൊരു അപരാധം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ജോയിയുടെ ഒരു പേര് പറഞ്ഞു എന്നുള്ളതാണ്. അത് സത്യമാണ്. അദ്ദേഹം പറഞ്ഞതെന്താണ്, ഈ നിലമ്പൂരിലെ ബൈ ഇലക്ഷനിൽ UDF പരാജയപ്പെട്ടാൽ അത് UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പരാജയം എന്ന് വിലയിരുത്തി ചിലപ്പം അവർ കൈകൈകും. പക്ഷെ PV അൻവറിന് അങ്ങനെയല്ല. PV അൻവറിന് അദ്ദേഹത്തിൻ്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെയാണ് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ അദ്ദേഹം UDFിനെ സംബന്ധിച്ച് UDF തോൽക്കാനല്ലല്ലോ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. അല്ലല്ല, അതിൽ ആത്യന്തികമായി അൻവർ തീരുമാനിക്കുന്നതാണ്, അൻവറിന് തോന്നുന്നതാണ്, അൻവർ വിചാരിക്കുന്ന ആളെ വിജയിക്കുകയുള്ളൂ എന്നൊക്കെ അൻവർ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പുറത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, മുന്നണിയാണ്, അവരെടുക്കുന്ന തീരുമാനമാണ്. എല്ലാം പോട്ടെ, ഇന്നലെ രാത്രി വൈകി തീരുമാനം വരുന്നല്ലോ ഈ പറയുന്ന അസോസിയേറ്റ് അംഗമാക്കാമെന്ന്. അപ്പോൾ അതിനുശേഷവും പിന്നെ മറിച്ചൊരു നിലപാടെടുക്കുന്നതിന് കാരണം എന്താണ്? ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ട സീറ്റുകൾ വിജയസാധ്യതയുള്ള 3 സീറ്റുകൾ വരെ ചോദിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് ലീഗ് പറഞ്ഞതായി കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യം ഈ ഘട്ടത്തിൽ ഉന്നയിച്ച് പരമാവധി കാര്യങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ നേടിയെടുക്കാൻ പറ്റിയ അവസരം, തക്ക സമയം എന്ന രൂപത്തിൽ പെരുമാറുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളം എങ്ങനെയാണ് അംഗീകരിക്കുക? ഒരിക്കലുമില്ല സ്മൃതി, വെറുതെ പറയുന്നതാണ്. ഇന്നലെ സംഭവിച്ച കാര്യം ഞാൻ വസ്തുനിഷ്ഠമായിട്ട് ഇവിടെ പ്രതിപാദിക്കാം. ഇന്നലെ എന്താണ്, ഞങ്ങൾ ഘടകകക്ഷിയാക്കണം, അതായത് സമ്പൂർണ്ണ ഒരു എങ്ങനെയാണോ മുസ്ലിം ലീഗ് UDFിൽ നിൽക്കുന്നത്, എങ്ങനെയാണോ കേരള കോൺഗ്രസ് നിൽക്കുന്നത്, എങ്ങനെയാണോ മറ്റ് UDFിൻ്റെ കക്ഷികൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്നത്, അതുപോലെ ഈ രാഷ്ട്രീയ തൃണമൂൽ കോൺഗ്രസിനെ UDFിൻ്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഇന്നലെ UDF നേതൃത്വം കൂടിയിട്ട് ബഹുമാന്യനായിട്ടുള്ള PV അൻവറിനെ അറിയിച്ചു, തൽക്കാലം നിങ്ങൾ അസോസിയേറ്റ് ആവും, എന്നിട്ട് അതിനുശേഷം നമുക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് നമുക്ക് ഘടകകക്ഷിയാവുന്ന, സമ്പൂർണ്ണ ഘടകകക്ഷിയാകുന്ന രൂപത്തിൽ നമുക്ക് ചർച്ച ചെയ്ത് അത് തീരുമാനത്തിലെത്താം എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്താണ് ബഹുമാന്യനായിട്ടുള്ള PV അൻവർ പറഞ്ഞത്? ഓക്കെ, ഞാനതിന് അസോസിയേറ്റ് മെമ്പറാകാൻ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ആ സമയത്ത് അൻവർ
നിങ്ങൾ പറഞ്ഞല്ലോ 3 സീറ്റിൻ്റെ കാര്യം. ഇല്ല, അദ്ദേഹം ഒരേ ഒരു സീറ്റാണ് ആവശ്യപ്പെട്ടത്. പിന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു സിറ്റിംഗ് സീറ്റ് വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമല്ലേ? കാരണം അദ്ദേഹം 2026 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് UDF സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട്, UDF മേൽക്കോയ്മ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ നിലമ്പൂരിൽ MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹത്തിന്റെ ആവർത്തിച്ച് അൻവർ അത് പറയുന്നുണ്ട്. ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ രാജിവെച്ചത് UDF നൽകി എന്നെങ്ങനെയാണ് പറയുക? അദ്ദേഹം രാജിവെച്ച അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിലല്ലേ? അവിടെ എപ്പോഴാണ് UDF ഉണ്ടായിരുന്നത്? ഇന്നലെ സംഭവിച്ചത് സ്മൃതി ഇന്നലെ സംഭവിച്ചതൊന്ന് പൂർത്തിയാക്കട്ടെ, എന്നിട്ട് അതിനുശേഷം പറയാം. അതുകൊണ്ട് തന്നെ ഒരു MLA സീറ്റ് രാജിവെച്ച് UDF 2026 ഒരു എൻട്രി ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജിവെച്ച് പോന്ന അദ്ദേഹത്തിന് ഒരു സിറ്റിംഗ് സീറ്റ് ചോദിക്കാനുള്ള അവകാശമില്ലേ? അങ്ങനെ അദ്ദേഹം ബഹുമാന്യനായിട്ടുള്ള UDF നേതാക്കന്മാരുടെ ആ ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പം പിന്നെ ആ ഒരു സീറ്റ് കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. പക്ഷേ കോൺഗ്രസ് നിസ്സഹായരായിട്ട് പറയുകയാണ്. 99 സീറ്റുകളിൽ മത്സരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മുസ്ലിം ലീഗ് കോൺഗ്രസ് ആണല്ലോ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു സീറ്റ് കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? കോൺഗ്രസിനാണ്. അപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ഞാൻ നേതാക്കന്മാരുടെ പേരൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു ലീഡർ ബഹുമാന്യനായിട്ടുള്ള PV അൻവറിനെ വിളിച്ച് ചോദിക്കുകയാണ് ഏതാണ് സീറ്റ് വേണ്ടത് എന്ന്. അപ്പോൾ PV അൻവർ പറഞ്ഞു, അത് നിങ്ങൾ തീരുമാനിക്കൂ, എനിക്ക് താല്പര്യം കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റാണ്. ഇത് സത്യസന്ധമായി പറയുന്ന ഒരു വർത്തമാനമാണ് എന്ന് സ്മൃതി മനസ്സിലാക്കണം. കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പം അവരുടെ മറുപടി എന്താണെന്നറിയോ സ്മൃതിക്ക്? അവർ ബേപ്പൂര് ആ നേതാവ് പറഞ്ഞത്, കോൺഗ്രസിൻ്റെ ആ നേതാവ് പറഞ്ഞത്, ബേപ്പൂരിൽ നിന്നാൽ അൻവർ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ബേപ്പൂർ തരാം. രണ്ടാമതൊരു സീറ്റ് പറഞ്ഞത് ഏതാണെന്നറിയോ? ബേപ്പൂർ വേണ്ടുമെങ്കിൽ പേരാമ്പ്ര തരാം. ഇതാണോ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് UDF? അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട സീറ്റ് ഇത് പോരാട്ടമാണല്ലോ. അൻവർ മുന്നോട്ട് വയ്ക്കുന്നത് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണല്ലോ. അപ്പോൾ പിണറായിസത്തിനെതിരെ പോരാടാൻ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അതൊരു നേരിട്ടുള്ള പോരാട്ടമാവുകയല്ലേ? നേരത്തെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു പിണറായി വിജയനെതിരെ മത്സരിക്കുമെന്ന് വരെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാനുള്ള സാഹചര്യമാണല്ലോ. അദ്ദേഹത്തിന് മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു ഭയവും ഉണ്ടായിട്ടല്ല. പക്ഷെ തൃണമൂൽ കോൺഗ്രസിന് ഒരു സിറ്റിംഗ് സീറ്റ് വേണം. അതിൽ അൻവർ മത്സരിക്കും എന്ന് ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒരു സീറ്റ് വേണം. ബാക്കിയുള്ള സീറ്റുകളുടെ കാര്യത്തിൽ നമുക്ക് 2026 എലക്ഷൻ സമയത്ത് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം 2026 എലക്ഷനിൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ വരും എന്ന് നമുക്കൊന്നും പ്രവചിക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ ദേശീയ നേതൃത്വവും അതുതന്നെയാണ് പറഞ്ഞത്. ഇതൊന്ന് പൂർത്തിയാക്കട്ടെ സ്മൃതി. ഞങ്ങളുടെ ദേശീയ നേതൃത്വം പറഞ്ഞത് 2026 ഇലക്ഷനിൽ മാത്രം സീറ്റ് ചർച്ച ചെയ്താൽ മതി എന്നുള്ളതാണ്. കാരണം ദേശീയ തലത്തിൽ പല രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാകും. ആ സമയത്ത് ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസും അവിടെ ഒരുമിച്ച് മത്സരിച്ചേക്കാം പശ്ചിമ ബംഗാളിൽ. അപ്പോൾ അവിടെ സീറ്റ് ചർച്ച നടത്തേണ്ടതുണ്ടാകും. അത് ആ സമയത്ത് ഇവിടെയും സീറ്റ് ചർച്ച നടത്തല്ലോ. ഒരു ബാർഗൈനിങ്ങും ഞങ്ങൾ നടത്തിയിട്ടില്ല. വളരെ ന്യായമായിട്ടുള്ള ചോദ്യമാണ്, വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. മുന്നണിയിൽ എടുക്കുക, ആര് മത്സരിക്കണമെന്ന് പറയുക, അതിനുശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സീറ്റ് വേണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുക. ഇതിനൊക്കെ പറ്റിയ സമയമായിരുന്നു. മാത്രമല്ല രാജിവെച്ചത് UDF വേണ്ടിയിട്ടാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ പലതവണയായി PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വാർത്താ സമ്മേളനങ്ങളൊക്കെ സാഗൂതം വീക്ഷിക്കുന്നുണ്ടായിരുന്നു കേരളം. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ, അദ്ദേഹം ഗൗരവത്തിലെടുത്ത പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം അദ്ദേഹം ചേർന്നിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ കേരളം കാണുകയാണല്ലോ. ഞാനൊന്ന് PK നവാസിലേക്ക് പോകുന്നു. നവാസ്, ഇപ്പോൾ UDF ഇനി ആ പേരും പറഞ്ഞ് ആരും അങ്ങോട്ട് വിളിക്കുക കൂടി വേണ്ട എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നേതാക്കൾക്കൊരു മൃദുസ്വരമാണല്ലോ. അതെന്താണ്? അൻവർ ഇല്ലെങ്കിൽ ഈ കടമ്പ ചാടിക്കടക്കാൻ പറ്റില്ല എന്നൊരു ആശങ്കയുണ്ടോ? അല്ല, അങ്ങനെ ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല എന്നത് കഴിഞ്ഞ കാല ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്കൊക്കെ ബോധ്യമുള്ളതല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെതിരെയുള്ള ഏത് വോട്ടുകളും ജനാധിപത്യ വോട്ടുകളെ സമാഹരിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി കഴിയണം. അങ്ങനെ കഴിയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ
അത് സ്വാഭാവികമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുമട്ടിനും ഉറപ്പ് അതിനകത്ത് നിന്നുകൊണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പി.വി. അൻവറുമായി ഇനിയും ചർച്ചകൾ സാധ്യമാണ്. ഇനിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സാധ്യമാണ്. ഞങ്ങൾ കൂടെ നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇവിടെ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയത്തിലേക്കാണ് ഞങ്ങൾ പിന്നെയും ഈ തിരഞ്ഞെടുപ്പ് ഗോതയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളീയ സമൂഹത്തിന് മുമ്പിൽ അത്രമേൽ കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രിയും ഒരു സംവിധാനവുമായി മാറിയിരിക്കുന്നു. അതിന് വിലയിരുത്താൻ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സെമി ഫൈനലാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ്. ഞങ്ങൾ അതിന് അങ്ങനെ തന്നെ കാണുകയാണ്. ഇടതുപക്ഷം അവരുടെ ചിഹ്നത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിയ സ്ഥിതിക്ക് ഇനി രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകണം എന്നാണ് സ്മൃതി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അടച്ചിട്ട റേഷൻ ഷോപ്പുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണം. വന്യജീവികൾ നിരന്തരമായി ആക്രമിക്കുന്ന നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സാധാരണ ജനജീവിതം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണം. അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പോലീസിംഗിലെ RSS വൽക്കരണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണം. അങ്ങനെ എന്തൊക്കെയാണോ കഴിഞ്ഞ 10 വർഷക്കാലം ഈ തിരഞ്ഞെടുപ്പ് ഈ പിണറായി വിജയൻ ഭരണകൂടം ചെയ്തു വെച്ചിട്ടുള്ള ഇവിടുത്തെ അവരുടെ ഭരണപരമായ പരാജയങ്ങൾ, ആ പരാജയങ്ങളെല്ലാം ഉയർത്തി എങ്ങനെയാണോ പാലക്കാട് ഞങ്ങൾ ആ ചർച്ച കൊണ്ടുവന്നത്, ആ ചർച്ചയിൽ എങ്ങനെയാണോ പാലക്കാടിൻ്റെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചത്, എങ്ങനെയാണ് ഉമാ തോമസ് ജയിച്ചത്, എങ്ങനെയാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത് എന്ന പോലെ ഈ നിലമ്പൂരിലും മറിച്ചൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. സിറ്റിംഗ് സീറ്റുകളിലെ വിജയമാണ് എല്ലാ പാർട്ടികൾക്കും അവകാശപ്പെടാനുള്ളത്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഇവിടെ LDFന്റെ സീറ്റാണ്, അത് അൻവർ വെച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അൻവർ ഇറങ്ങിയ ശേഷം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റു പറയുന്നു എന്ന് പറയുമ്പോൾ അൻവർ മത്സരിച്ചേക്കാമെന്നുള്ള സൂചനയാണ് കേട്ടോ അവസാനം കിട്ടുന്നത്. ബാക്കിയുള്ളവർ അവിടുത്തെ ജനം പിരിച്ച് പണം കൊടുത്താൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ മത്സരിച്ചാൽ അത് നിങ്ങൾക്കാണോ കോട്ടമുണ്ടാക്കുക, അതോ CPM-നാണോ? അല്ല സ്മൃതി, അൻവർ മത്സരിക്കണോ വേണ്ടയോ എന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അൻവർ ഈ പിണറായി വിജയൻ ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം നയിച്ച ഒരാളെന്ന രീതിയിൽ ഞങ്ങളുടെ കൂടെ അദ്ദേഹം ഉണ്ടാകണമെന്ന ആഗ്രഹം തന്നെയാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പിന്നെ സ്മൃതി പറഞ്ഞൊരു വാചകത്തെ ഞാൻ തിരുത്തുകയാണ്. അൻവർ പറഞ്ഞ കാര്യം ഞങ്ങൾ ഏറ്റുപറയുകയല്ല. ഞങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA തെളിവ് സഹിതം അതിനകത്ത് നിന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്ന് അത് പ്രഖ്യാപിക്കുന്നു. അതിൽ കുറച്ചുകൂടി ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും, വാർത്താ മാധ്യമങ്ങൾക്ക് പ്രാധാന്യം കിട്ടാൻ കഴിയും. ആ രൂപത്തിൽ വർഷങ്ങളായി ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തെ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ തന്നെ ഉയർത്തിയപ്പോൾ അതിന് സ്വാഭാവികമായി പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്, അതിന് സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ലഭിച്ചിട്ടുണ്ട്. ആ വിശ്വാസ്യതയും സ്വാധീനവും അദ്ദേഹം ഈ ഭരണകൂടത്തിനെതിരെ തന്നെ ഉപയോഗിക്കാൻ UDF-നൊപ്പം ഉണ്ടാകും എന്ന് തന്നെയുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇനി അൻവർ ഒറ്റക്ക് മത്സരിക്കുന്നുവോ ഇല്ലയോ എന്ന്, ഞങ്ങൾ പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ ഞങ്ങൾ ധർമ്മടത്ത് മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾ ജയിക്കുമോ തോൽക്കുമോ എന്ന ആശങ്കയിലല്ല, ജയിക്കാൻ വേണ്ടി മത്സരിച്ചവരാണ്. ഞങ്ങൾ എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെ മത്സരിക്കുന്നവരാണ്. അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ മത്സരിക്കണം. പിണറായി വിജയനെതിരെ 9 വർഷക്കാലമായി ഐക്യജനാധിപത്യ മുന്നണി ഉയർത്തിക്കാട്ടുന്ന ഈ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള സമീപനങ്ങൾ, അതിന്റെ പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കാട്ടി തന്നെ നിലമ്പൂർ മത്സരിക്കാനും വിജയിക്കാനും കഴിയുന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ സ്മൃതി പറഞ്ഞു സിറ്റിംഗ് സീറ്റുകൾ ജയിച്ചു പോയ കാര്യം. സിറ്റിംഗ് സീറ്റുകൾ കേവലമായി ജയിച്ചു പോവുകയല്ല ഉണ്ടായത് സ്മൃതി. ഞാൻ ആവർത്തിച്ച് പറയണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാലോ, പാലക്കാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. സമാനമായ രൂപത്തിലാണ് ഉമാ തോമസും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനും ജയിച്ചത്. എന്നാൽ ചേലക്കരയിൽ 4-1 ഭൂരിപക്ഷത്തിലേക്ക് കുറഞ്ഞാണ് CPM-ന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതേസമയത്ത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് ഞങ്ങൾക്ക് സാധിച്ചത്. അപ്പോൾ കേവലം വിജയം മാത്രമല്ല, ജനരോഷം അടയാളപ്പെടുത്തിയ വിജയങ്ങളാണ് ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നേടിയിട്ടുള്ളത്. സമാനമായ വിജയം നിലമ്പൂരിലും നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഞങ്ങളുള്ളത്. ആര് കൂടെയുണ്ട് ആര് കൂടെയില്ല എന്നുള്ളതല്ല, ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഞങ്ങൾ അൻവറുമായി യോജിക്കുന്ന ഏക ഘട്ടമെന്ന് പറയുന്നത്, ഞാൻ ഇന്നലകളൊക്കെ പറഞ്ഞു, അൻവറുമായി യോജിക്കുന്ന ഘട്ടമെന്ന് പറയുന്നത് ഒരു കോമൺ കോസിന്റെ മുകളിലാണ് ഞങ്ങളും അൻവറും ഉള്ളത്. അവിടെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കും. അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ശരി, അരുൺകുമാർ, ഇന്നിപ്പോൾ സ്വരാജ് നിലമ്പൂരിൽ വന്നിറങ്ങിയപ്പോൾ കിട്ടിയ സ്വീകരണം, അതിനുശേഷം നടന്ന റാലി, അതിലുള്ള വലിയ ജനപങ്കാളിത്തം, അപ്പോൾ പാർട്ടി കേഡർമാർ ഒന്നടങ്കം തന്നെ സ്വരാജിന് പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ടോ? സ്വതന്ത്രയെ പരീക്ഷിച്ചെടുത്തൊന്നും പാർട്ടി സ്ഥാനാർത്ഥി തന്നെയാണ് നിൽക്കേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഇതൊരു ഗൗരവത്തിലുള്ള പോരാട്ടമായി കാണുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ഗൗരവത്തിലുള്ള പോരാട്ടത്തിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരം അവിടെ നടക്കുമ്പോൾ അതിനിടയ്ക്ക് PV അൻവർ എന്നൊരു ഘടകം കൂടിയുണ്ട്. ആ ഘടകം എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സ്മൃതി, ഞങ്ങൾ വളരെ ആവേശത്തിൽ തന്നെയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ തന്നെ
മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരും അനുഭാവികളും രാഷ്ട്രീയ ഭേദമന്യേ അതിനതീതമായിട്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. പ്രധാനമായും അത് UDF നേതാക്കന്മാരുടെ ധിക്കാരം, ആക്ഷേപം, അതുപോലെ തന്നെ പരിഹാസം, അധിക്ഷേപം, പരദൂഷണം, ഭീഷണി, വെല്ലുവിളി, അത്തരത്തിലുള്ള പ്രസ്താവനകൾ. പ്രത്യേകിച്ച് 25-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം വന്നത് ഉച്ചയ്ക്ക് ശേഷം. മെയ് മാസം 26-ാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നത് എല്ലാ വെള്ളിയാഴ്ചയുമാണ്. മെയ് മാസം 30-ാം തീയതി രാവിലെ 9 മണിക്ക് സെക്രട്ടേറിയറ്റ് യോഗം കൂടും. ഉച്ചയോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, 26-ാം തീയതി വന്ന നോട്ടിഫിക്കേഷന് 2-ാം തീയതി വരെ നോമിനേഷൻ കൊടുക്കാൻ സമയമുള്ളപ്പോൾ ഞങ്ങൾ 30-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. രണ്ടുപേർ ഒരേ സമയത്ത് വോട്ട് പിടിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും അടിയിലേക്കും കത്തിക്കുത്തിലേക്കും പോകാതിരിക്കാൻ കോൺഗ്രസ് പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതിനുശേഷം CPM-നെ അപമാനിക്കാൻ, CPM-ന്റെ നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് അതിലൊരു നേതാവ് പറയുക, ഞാൻ പറഞ്ഞതുകൊണ്ട് M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി. ഞാൻ പ്രതീക്ഷിച്ചത് MV ഗോവിന്ദൻ മാഷ് തന്നെ വന്ന് മത്സരിക്കും. മാഷ് എന്ന് പറയില്ല കേട്ടോ, ഗോവിന്ദൻ വന്ന് മത്സരിക്കും. മറ്റൊരു മണ്ഡലത്തിലെ MLA ആയ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ M സ്വരാജ് ഇവിടെ വന്ന് മത്സരിക്കുക. നമ്മൾ കണ്ടല്ലോ, ആ പോസ്റ്റിങ്ങുകളൊക്കെ കണ്ടു. എന്തൊരു അഹങ്കാരമാണ്! ഈ കേരളത്തിലെ, ഈ രാജ്യത്തെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ, തീരുമാനിക്കാൻ ഉള്ള അവസരം അതുവരെ ഞങ്ങൾ തീരുമാനിക്കും എന്ന രൂപത്തിലേക്ക് അഹങ്കാരത്തിന്റെ ആൾരൂപമായി ഈ കോൺഗ്രസിന്റെ UDF-ന്റെ നേതാക്കന്മാർ തരം താണിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവരുടെ അഹങ്കാരത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? എന്താ? ഈ കേരളത്തിൽ LDF ഭരിക്കുന്നു. CPM-നുള്ള സീറ്റ് കോൺഗ്രസിനുള്ള സീറ്റിന്റെ 3 ഇരട്ടിയാണിപ്പോൾ. 2016 തെരഞ്ഞെടുപ്പുണ്ട്. ആ ഘട്ടത്തിലും CPM-ന് കിട്ടിയ സീറ്റ് കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ 3 ഇരട്ടിയാണ്. അതിനു മുമ്പ് ആ 5 വർഷം കോൺഗ്രസ് ഭരിച്ചു, UDF ഇവിടെ ഭരിച്ചു. ആ UDF ഭരിക്കുമ്പോഴും CPM-ന് കിട്ടിയ സീറ്റ് കോൺഗ്രസിന് കിട്ടിയ സീറ്റിനേക്കാൾ 4 സീറ്റ് കൂടുതലാണ്. ഞങ്ങളെക്കാൾ 4 സീറ്റ് കുറവാണ് 2011 കോൺഗ്രസിന് കിട്ടിയത്. അതിനു മുമ്പ് 2006 തെരഞ്ഞെടുപ്പ്, അന്നും കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ ഇരട്ടിയിലധികം CPM-ന് ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 4 തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിനേക്കാൾ 3 ഇരട്ടി സീറ്റ് ഒറ്റയ്ക്കുള്ള ഈ അവസാനത്തെ 2 തെരഞ്ഞെടുപ്പിൽ 3 ഇരട്ടി സീറ്റ് കിട്ടിയ പാർട്ടിയെ OLX-ൽ പരസ്യം കൊടുത്തു. എവിടെ ചെന്ന് നിൽക്കുകയാണ് ഇവരുടെ അഹങ്കാരം? ആ അഹങ്കാരത്തിന്റെ ഒരു തലം നമ്മൾ മനസ്സിലാക്കുക. ആ അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങൾ വീണ്ടും വീണ്ടും പല പ്രസ്താവനകളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച. അതുകൊണ്ടാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഒറ്റക്കെട്ടായി വളരെയധികം ആവേശത്തോടെ ആ മണ്ഡലം മുഴുവൻ ഒഴുകി ഇറങ്ങിയിരിക്കുന്ന കാഴ്ച. ഇന്ന് 9 പഞ്ചായത്തിലും അതുപോലെ മുനിസിപ്പൽ അതിർത്തിയിലുമെല്ലാം ആവേശകരമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങി ഒരു തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിൽ നടക്കുന്നതിന്റെ ഒരു 10 മടങ്ങ് അപ്പുറത്തേക്ക് CPM-ന്റെ LDF-ന്റെ പ്രചരണം കുതിച്ചു മുന്നേറുന്ന കാഴ്ച നാം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കും. 1965 അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സഖാവ് കുഞ്ഞാലി ജയിച്ചത് 10,000 വോട്ടിനാണെങ്കിൽ ഈ 50 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ 2016 LDF-ന്റെ സ്വതന്ത്രൻ എന്ന രൂപത്തിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കുമ്പോഴും ഞങ്ങൾക്ക് 10,000-ലധികം വോട്ട് ഭൂരിപക്ഷമുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു 10 വർഷങ്ങൾക്ക് ശേഷം, കുഞ്ഞാലി ആദ്യം ജയിച്ചതിന് ശേഷം 60 വർഷങ്ങൾക്ക് ശേഷം ഒരു 10-25,000 വോട്ടിന് വൻ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം ഞങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം ആവേശത്തിലാണ്. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ആദ്യത്തെ മറുപടി. രണ്ടാമത്തെ ചോദ്യം, ശ്രീ PV അൻവറിന്റെ ഒരു എഫക്റ്റ് അത് ഞങ്ങൾ നോക്കുന്നേ ഇല്ല, ഞങ്ങൾക്കൊരു കൺസേണേ അല്ല. ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ എന്താണ്? നേരത്തെ തന്നെ കോൺഗ്രസുമായി ചർച്ച നടത്തിയിരുന്നു. UDF-ഉമായിട്ട് ധാരണ എത്തിയിട്ടാണ് അദ്ദേഹം പല ആരോപണങ്ങളും ഉന്നയിച്ചത്. ആ ആരോപണങ്ങൾക്കൊന്നും ഒരു കഴമ്പുമില്ല. പൊതുസമൂഹത്തിൽ ബലൂൺ പൊട്ടുന്നത് പോലെ അതൊക്കെ പൊട്ടിപ്പോയി നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ഏറ്റവും ഗൗരവത്തോടെ ഉന്നയിച്ച ആരോപണം CPM-ഉം BJP-യും തമ്മിൽ ധാരണയാണ്. പോലീസിംഗിലടക്കം അത്തരം ധാരണയുണ്ട്. അങ്ങനെ ധാരണയോടെ പ്രവർത്തിക്കുന്നു. കരുവന്നൂരും അതുപോലെ കൊടകരയും എല്ലാം അതിന്റെ ഭാഗമായി സെറ്റിൽ ചെയ്തു. ഒരാഴ്ച മുമ്പല്ലേ കരുവന്നൂർ കേസിൽ CPM-ന്റെ 3 ജില്ലാ സെക്രട്ടറിമാരെ പ്രതിയാക്കി ഇല്ലാ കേസിൽ, കള്ളക്കേസിൽ ഇത്തരം പ്രതികളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കുറ്റപത്രം കൊടുക്കുന്നു. അപ്പൊ എവിടെയാണ് ധാരണ? ആ കൊടകര അന്വേഷിച്ച ആ ED തന്നെ തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ എക്സോണറേറ്റ് ചെയ്ത് കൊടുത്ത റിപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുസമൂഹത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കോൺഗ്രസുമായി നേരത്തെ ഡീലുണ്ടാക്കി, UDF-ഉമായിട്ട് ധാരണയുണ്ടാക്കി, അത്തരം ആ സീറ്റ്, ഈ സീറ്റ്, ജില്ലയ്ക്ക് പുറത്തുള്ള സീറ്റ്, അത്തരത്തിലൊക്കെ ധാരണ ഉണ്ടാക്കിയിട്ട് തന്നെയാണ്. ഇതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രീ PV അൻവറിന്റെ ഒരു സാഹചര്യമേ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങൾ ഊന്നുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയത്തിലാണ്, അതുപോലെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയത്തിലാണ്. പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ട് അത് ചർച്ച ചെയ്യട്ടെ. ഇപ്പൊ ബഹുമാനപ്പെട്ട UDF-ന്റെ പ്രതിനിധി എന്താ പറഞ്ഞേ? റേഷൻ ചർച്ച ചെയ്തോട്ടെ.
അതുപോലെ തന്നെ വന്യജീവി ആക്രമണം ചർച്ച ചെയ്തോട്ടെ, പോലീസിംഗ് ചർച്ച ചെയ്തോട്ടെ. ഈ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യുമ്പോഴും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലം നമുക്കറിയാം. അവിടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ ഭാഗമായി ഏറ്റവും ആദ്യം ജനങ്ങളോട് പറഞ്ഞത് വന്യജീവി ആക്രമണം ഞാൻ വിജയിച്ചാൽ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് വലിയ ഇടപെടൽ നടത്തും. അതുപോലെ കർണാടകത്തിലേക്കുള്ള രാത്രി യാത്രാക്ലേശം ഞാൻ പരിഹരിക്കും. 5 കൊല്ലം ഇന്ത്യൻ പാർലമെന്റിൽ MP ആയിട്ടിരുന്നില്ലേ, പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ നേതാവായിട്ടിരുന്നില്ലേ? ഒരൊറ്റ ചോദ്യം, ഒരു പ്രമേയം, ഒന്ന് കൈ ഉയർത്തി ഒരക്ഷരം ഉരിയാടാൻ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. 2024 തെരഞ്ഞെടുപ്പിലും അതേ മുദ്രാവാക്യം അദ്ദേഹം ആവർത്തിച്ചു. ഞാൻ വിജയിച്ചാൽ വയനാടിന്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂര് ഈ വന്യജീവി ആക്രമണം അതൊക്കെ ആ ഘട്ടത്തിൽ വാർത്തയായതുമാണ്. പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് ആ വിഷയം. കത്തൊക്കെ അല്ല ആയിക്കോട്ടെ കത്ത് എവിടെ നമുക്കറിയാം. ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണമാണെങ്കിൽ അന്ന് വാർത്തയായിട്ടുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിച്ചത് ഒരു തരത്തിലും അല്ല ഇവിടെ കോൺഗ്രസ് ഒരു ഫ്ലോയും നഷ്ടപ്പെടില്ല. കൃത്യമായി തന്നെ പറയും, കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോ ഈ നിയമം കൊണ്ടുവന്നു. കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോ നിങ്ങൾ കേൾക്കൂ മിസ്റ്റർ, കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോ ഈ നിയമത്തിൽ അമെന്റ്മെന്റ് വരുത്തി. കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ തന്നെ പലതവണ അമെന്റ്മെന്റ് വരുത്തി. എന്നിട്ടിപ്പോ കോൺഗ്രസ് പറയുന്നു സംസ്ഥാന ഗവൺമെന്റാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന്. കുട്ടികൾക്ക് വരെ അറിയാം കേന്ദ്രം കൊണ്ടുവന്ന വന്യജീവി നിയമപ്രകാരം തന്നെയാണ് ഇവിടെ ഈ പ്രതിസന്ധിക്ക് കാരണം. അതുകൊണ്ട് നിങ്ങൾ ഇത് ചർച്ച ചെയ്യണം. നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയും, ജനങ്ങൾക്ക് മുന്നിൽ അത് വിശദീകരിക്കാൻ കഴിയും. മറ്റേത് വിഷയത്തിലാണ് 600 കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു 2016-ൽ, 590 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. 900 കാര്യങ്ങൾ 2021-ൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇപ്പോഴേ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിച്ചു. ഏത് കാര്യത്തിലാണ് ഈ കേരളം പിന്നിൽ നിൽക്കുന്നത്? ഏത് കാര്യമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കാത്തത്? ചർച്ച ചെയ്യ്. ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് അങ്ങനെ രാഷ്ട്രീയ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകാം, വ്യക്തിപരമായിട്ടുള്ള ആരോപണമല്ല. ശരി, അരുൺ ലക്ഷ്മണിലേക്ക് ഞാൻ വരാം. അരുൺ ലക്ഷ്മൺ, ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നതിന്റെ സൂചന ആദ്യം തന്നെ സംസ്ഥാന അധ്യക്ഷൻ നൽകുകയുണ്ടായി, BJP അധ്യക്ഷൻ നൽകുകയുണ്ടായി. അനാവശ്യ ചെലവാണ്, അനാവശ്യ ഊർജം പാഴാക്കലാണ്, അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. മത്സരിക്കുന്നില്ല എന്ന് അപ്പോഴും പറഞ്ഞില്ല, പക്ഷേ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. BDJSനോട് ആവശ്യപ്പെട്ടു, BDJS മടിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അനാവശ്യ പണച്ചെലവ് എന്ന തോന്നൽ കൊണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു രീതി സാധാരണഗതിയിൽ BJPക്കുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മാറി നിൽക്കുന്നതിന് പിന്നിൽ എന്താണ്? അല്ല, BJP എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി എത്രയോ കാലം മുമ്പേ ആ പാർട്ടിക്ക് കേരളത്തിൽ ഗ്രൗണ്ട് ഇല്ലാത്ത സമയത്ത് മുതൽ ആ പാർട്ടി ഇലക്ഷനൊക്കെ മത്സരിച്ചിട്ടുണ്ട്. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും BJP മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പം ആ തിരഞ്ഞെടുപ്പ് അനാവശ്യമാണ്, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് അർത്ഥങ്ങൾ വരും. അതായത് ഇപ്പം അല്ലെങ്കിൽ തന്നെ അൻവർ പോലത്തെ ഒരാൾ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് BJPയും CPIM തമ്മിൽ അന്തർധാരയുണ്ട്, അല്ലെങ്കിൽ BJP അപ്പം സ്വാഭാവികമായിട്ടും BJPൻ്റെ ഒരു സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ പോലത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നില്ലെങ്കിൽ ആ ഒരു വ്യാഖ്യാനത്തിന് അല്ലെ ആ ഒരു അൻവർ പോലത്തെ ഒരു നേതാവ് പറയുന്ന അതിനൊരു ശക്തി കൊടുക്കുന്ന പോലെയാവും. CPM സ്വതന്ത്രനെ നിർത്തുന്നതിന് പകരം 19 വർഷത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനത്തെ തന്നെ നിർത്തുന്നത് ആ തിരഞ്ഞെടുപ്പിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണല്ലോ. അപ്പോൾ BJPക്ക് ആ ഗൗരവം വേണ്ടതില്ല, ആ ഒരു മത്സരത്തിൽ ഞങ്ങൾ ഭാഗമാകേണ്ടതില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കാം? മാത്രമല്ല BJP കിട്ടിയിരുന്ന വോട്ടുകളുണ്ടല്ലോ. ഏറ്റവും ഒടുവിലത്തെ തിരഞ്ഞെടുപ്പിൽ 8500 വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എത്രയായാലും ആ വോട്ട് എങ്ങോട്ട് പോകുമെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ആ ചോദ്യം BJP നേരിടണ്ടേ? തീർച്ചയായും BJP ആ ചോദ്യം നേരിടണം. BJP 8500 അല്ല, ഇപ്പം ഞാൻ തലശ്ശേരി സ്വദേശിയാണ്. തലശ്ശേരി പോലത്തെ ഒരു സ്ഥലത്ത് 87 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJP മത്സരിച്ചിട്ടുണ്ട്, 82-ൽ മത്സരിച്ചിട്ടുണ്ട്. മത്സരിക്കുമ്പോൾ വളരെ ചെറിയ വോട്ട് 3000-3500 വോട്ട് മാത്രം കിട്ടുന്നൊരു പാർട്ടിയായിരുന്നു. ആ പാർട്ടി ഇപ്പം 2021-ൽ 26,000 24,000 വോട്ട് BJP കിട്ടി. അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.4% അടുപ്പിച്ച് വോട്ട് NDA ഉണ്ട്. അതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021-ലും 11% വോട്ട് BJP ഉണ്ട്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ ഇലക്ഷനിൽ ഇല്ല എന്ന് പറയുന്നത് അതൊരു കൃത്യമായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ ഇട്ടത്. അപ്പം BJPക്ക് ഇലക്ഷന് മത്സരിക്കണം. മത്സരിച്ച് ഇപ്പം ലോക്കൽ ബോഡിൻ്റെ ഒരു കാരണമാണ്, വേറൊരു കാരണമാണ്. ലോക്കൽ ബോഡി വരികയാണ്, ലോക്കൽ ബോഡിക്കാണ് ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. ലോക്കൽ ബോഡി ഇപ്പം നിലമ്പൂരിൽ 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റി ഇല്ല. ലോക്കൽ ബോഡി ഇപ്പം താഴെത്തട്ടിലെ പ്രവർത്തകർ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഊർജ്ജസ്വരാകും. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് അവർ കുറച്ചും കൂടി എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സംഘടനാ പ്രവർത്തനവും നന്നായി നടത്താൻ പറ്റുമല്ലോ.
അപ്പോൾ തീർച്ചയായിട്ടും BJP ഇലക്ഷനിൽ മത്സരിക്കണം. ആ ഇലക്ഷനിൽ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതൊന്നും ഡെമോക്രസിയിൽ വലിയൊരു കാര്യമല്ല. തീർച്ചയായിട്ടും മത്സരിക്കണം. ആ മത്സരിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് വലിയൊരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. BJPയുടെ സംസ്ഥാന നേതൃത്വം തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടത് തന്നെയാണ്. BJPയിൽ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന പോലെയല്ലല്ലോ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് താഴെത്തട്ടിലെ പ്രവർത്തകർ, സംഘടനാ പ്രവർത്തകർ താഴെത്തട്ടിൽ എന്താണ് ഉത്തരം പറയേണ്ടത്? ഈ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ലേ സാധാരണ പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്നത്, സാധാരണ ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് അവരല്ലേ. അപ്പോൾ അവരെന്തായിരിക്കും ഉത്തരം പറയേണ്ടി വരിക? ബിസിനസ് ചെയ്യുന്നത് പോലെയല്ല എന്ന് താങ്കൾ പറയുന്നത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ലാഘവത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളില്ല, മറ്റൊന്നിന് ഞങ്ങൾ ഇതാ തയ്യാറെടുക്കുന്നു എന്ന രൂപത്തിൽ അതിനെ കാണുന്നു. അങ്ങനെയല്ല രാഷ്ട്രീയത്തെ കാണേണ്ടത്. അദ്ദേഹത്തിന് ആ തരത്തിലുള്ള രാഷ്ട്രീയ അവഗാഹമില്ല എന്നൊരു വിമർശനം കൂടിയാണോ താങ്കളുടെ വാക്കുകളിൽ? അല്ല, ഞാൻ അങ്ങനത്തെ അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ BJP ബിസിനസ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞൊന്നുമില്ലല്ലോ, അദ്ദേഹം ബിസിനസ്സുകാരനായിട്ട് പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഒരു ദിവസം ഒരു ഫൈൻ മോർണിംഗ് റിസൾട്ട് ഉണ്ടാവുന്നതല്ല. അത് ഒരുപാട് കാലത്ത് ഒരുപാട് പ്രവർത്തകരുടെ പ്രയത്നത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ വേർപ്പിൻ്റെയും രക്തത്തിൻ്റെയും ഒക്കെ ഫലമാണ്. BJP പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് നേതാക്കന്മാരുടെ ജീവൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും ഇലക്ഷൻ പോലത്തെ ഒരു ഇത്രയും ക്രൂഷ്യലായിട്ടൊരു സമയത്ത് മത്സരിക്കാൻ നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ച് BJPക്കെതിരെ നിരവധി അലിഗേഷൻസ് കഴിഞ്ഞ MLA ആയ ശ്രീ PV അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. BJPയും CPM തമ്മിൽ ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞതുപോലെ കരുവണ്ണൂർ പോലും അങ്ങനെ പല ഇതിലും BJPയും CPM തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു തഴയിടാൻ പറ്റുമല്ലോ. കൃത്യമായിട്ട് മത്സരിക്കുക. BJPക്ക് ഇത്ര 8,000 വോട്ടോ 10,000 വോട്ടോ എത്ര കിട്ടുന്നോ അത് പിടിക്കുക. ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കേണ്ടത്. ജയിക്കാൻ്റെ പൂർണ്ണ ഊർജ്ജസ്വത്തോടുകൂടി BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമല്ലോ. BJPയുടെ കോൺസ്റ്റിറ്റ്യുവൻസി എനിക്ക് തോന്നുന്നു അവിടുത്തെ ഹിന്ദു കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ 47% ഉണ്ട്. അപ്പം BJPക്ക് ജനങ്ങളോട് കാര്യങ്ങൾ പറയാമല്ലോ. BJPൻ്റെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ ഒരുപാട് സ്കീംസിൻ്റെ വിജയങ്ങൾ അത് മുഴുവൻ BJPക്ക് പറയാമല്ലോ ഈ തെരഞ്ഞെടുപ്പിന്. മത്സരിക്കുമെന്ന് കരുതിയായിട്ടായിരിക്കുമല്ലോ വെള്ളാപ്പള്ളി അവിടെ വന്ന് നടത്തിയ ഒരു പ്രസംഗം ഓർക്കുന്നില്ലേ? വെള്ളാപ്പള്ളി അവിടെ വന്ന് നടത്തിയ പ്രസംഗം ഒരു പ്രത്യേക വിഭാഗം അവിടെ കൂടുതലുള്ളത് കൊണ്ട് ശ്വാസം മുട്ടുന്നു, ഈഴവർക്ക് അവിടെ ശ്വാസം മുട്ടുന്നു എന്ന രീതിയിലൊരു പ്രസംഗം നടത്തി ഓർക്കുന്നുണ്ടല്ലോ. അതൊക്കെ തന്നെ രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നുള്ള തോന്നലിൽ നടത്തിയ പ്രസംഗമായിരിക്കുമല്ലോ. അങ്ങനെയായിരിക്കാം. വെള്ളാപ്പള്ളിൻ്റെ ഒരു SNDPയുടെ ഒരു ആം എന്ന് പറയാവുന്ന പൊളിറ്റിക്കൽ ആം എന്ന് പറയുന്ന BDJS BJPയുടെ അലയാണ്, NDAൻ്റെ ഒരു അലയാണ് കേരളത്തിൽ. അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഇലക്ഷന് മത്സരിക്കാതെ പൂർണ്ണമായിട്ടും ഇലക്ഷന് പിൻവാങ്ങി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അതിനൊക്കെ എല്ലാ മാനദണ്ഡങ്ങളും താണുപോകും. അപ്പോൾ അത് പൊതുജനം കൺസിഡർ ചെയ്യാൻ നെക്സ്റ്റ് അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണെങ്കിൽ BJPക്ക് 10-30 സീറ്റിൽ മത്സരിച്ചാൽ പോരെ, ആ സീറ്റ് ഫോക്കസ് ചെയ്താൽ പോലെ. അങ്ങനെയല്ലല്ലോ. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പറ്റുന്ന എല്ലാ സീറ്റുകളിലും മത്സരിക്കുക, ആ സീറ്റുകളിൽ നിന്ന് കഴിയുന്ന സീറ്റുകൾ വിജയിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കേരളത്തിൽ 2014 BJPക്ക് ഒരു MLA ഉണ്ടായിരുന്നല്ലോ, O Rajagopal നിയമത്ത് ജയിച്ചു. അദ്ദേഹം തോറ്റു, അത് വേറെ കാര്യം. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ BJP തോറ്റു തെരഞ്ഞെടുപ്പ്. പിന്നെ ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിച്ചു, നല്ല ഭൂരിപക്ഷം ജയിച്ചു തൃശ്ശൂർ വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു അവസരം, അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു ബൈ ഇലക്ഷൻ വരുന്നു. ആ ബൈ ഇലക്ഷനിൽ നേരത്തെ രാജിവെച്ച MLA ആയിരുന്ന ശ്രീ PV അൻവർ ഒരുപാട് ആരോപണങ്ങൾ BJPക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്രവും കേരളത്തിൻ്റെ ഗവൺമെൻറ് തമ്മിൽ അലയൻസാണ്, BJPയും CPM തമ്മിലൊരു അലയൻസ് ഉണ്ട്. അതിനൊക്കെ BJPക്ക് തടയിടാനോ അല്ലെ അതിനെതിരെയെല്ലാം ശക്തമായി ജനങ്ങളോട് പറയാനും പറ്റുന്നൊരു സമയമല്ലേ, ഒരു അവസരമല്ലേ. ആ അവസരം BJP മുതലെടുക്കണം എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സാധനം കഴിഞ്ഞ ദിവസം എഴുതിയത്. അത് വ്യക്തിപരമായിട്ട് ആർക്കും എതിരെ പറഞ്ഞൊന്നുമില്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ട് BJP ഈ ഇലക്ഷനിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അതിന് പറയേണ്ട കാര്യങ്ങളൊക്കെ അതിന് പറയാൻ പറ്റും. ആ ഗവൺമെന്റ് രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ BJPയിൽ നിന്ന് വന്നിരുന്നോ? ശ്രീ അരുൺ ലക്ഷ്മൺ, BJP പ്രതികരിച്ചിരുന്നു അതിനോട്? അല്ല, BJP ഇപ്പം ഞാൻ എഴുതുന്നതിന് ഞാനൊരു ലേമാനായിട്ട് എഴുതിയാണല്ലോ, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എഴുതിയല്ലോ. ഞാൻ BJP പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ പ്രതികരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അതൊരു പബ്ലിക്കിൻ്റെ ഡൊമൈനിൽ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നേ ഉള്ളൂ. ഞാനത് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഞാൻ എഴുതിയെന്നുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ഞാൻ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറൊന്നുമില്ല അതിൽ. പക്ഷേ സ്വാഭാവികമായിട്ടും BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ടാകും. ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു ഗൗരവപരമായിട്ട് രാഷ്ട്രീയമാണത് കേരളത്തിൽ നടത്തുന്നതെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് അത് പിന്നോക്കം പോകാൻ പാടില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും പരാജയപ്പെടുന്നതും അല്ല, അതിനെക്കാട്ട് ഉപരി ആ തെരഞ്ഞെടുപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൻ്റെ ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ജനങ്ങളോട് പറയുക, അതിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കുക, ഈ കാര്യങ്ങളൊക്കെ BJPക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനാണ് മുന്നിൽ കാണുന്നതെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന് ഗാൽവനൈസ് ചെയ്യാൻ പറ്റുമല്ലോ. 7 പഞ്ചായത്തുകളാണ് തോന്നുന്നു നിലമ്പൂരിലുള്ളത്. ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. ആ സ്ഥലങ്ങളെല്ലാം, ആ വാർഡുകളിൽ മുഴുവൻ പാർട്ടിയുടെ സാധാരണ താഴെത്തട്ടിലെ പ്രവർത്തകർക്ക്
ഒരു ഊർജ്ജം പകരുമല്ലോ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വോട്ടർ ലിസ്റ്റിൻ്റെ പണി നടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അടുത്ത പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയൊരു അവസരം വന്നു കഴിഞ്ഞാൽ BJP മത്സരിക്കണ്ടേ? എല്ലാ പാർട്ടിയും മത്സരിക്കല്ലേ? CPIM അവരുടെ സെക്രട്ടറി മെമ്പറെ മത്സരിപ്പിക്കാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം M. സ്വരാജിനെ പോലത്തെ ഒരു ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ ഒരു നേതാവാണ് CPIM മത്സരിക്കുന്നത്. അതുപോലെ തന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹത്തിന് ഒരുപാട് സ്പേസ് ഉള്ള ഒരാളാണ്, അദ്ദേഹം മത്സരിക്കുന്നു അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP എന്നുള്ള ഒരു ദേശീയ പൊളിറ്റിക്കൽ പാർട്ടി, ആ പാർട്ടിക്ക് അവിടെ മത്സരിക്കണ്ടേ? അതാണ് എൻ്റെ ഒരു പോയിന്റ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും BJP മത്സരിക്കണം എന്നതിന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇന്നത്തെ ഒരു തീരുമാനം നാളെ NDA മത്സരിക്കാൻ തീരുമാനിക്കും തോന്നുന്നു. 2-ാം തീയതി ഒരു സമയമുണ്ടല്ലോ. ശരി, 2-ാം തീയതി വരെയുള്ള സമയത്തിന് കാത്തിരിക്കുകയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. നവാസ്, ഇപ്പോൾ അരുണിന് മറുപടി നൽകാം. അതോടൊപ്പം തന്നെ ഈ തരത്തിൽ പ്രകോപിപ്പിച്ചിട്ടാണോ ഒരു സ്ഥാനാർത്ഥിയെ അവിടേക്ക് വരുത്തേണ്ടത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. സ്വരാജ് അല്ലെങ്കിൽ സ്വതന്ത്രൻ, അതാത് പാർട്ടികളുടെ തീരുമാനമാണ് ആരെ നിർത്തണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആലോചന അവർ നടത്തുന്നു. അവർ വൈകുന്നതിന് നിങ്ങൾക്ക് പരിഹാസമൊക്കെ ഉണ്ടാകും, അത് രാഷ്ട്രീയമായി മുന്നോട്ട് വയ്ക്കാം. പക്ഷേ ഒരു വെല്ലുവിളി സ്വഭാവത്തിൽ ആ പ്രതികരണം മാറിയിട്ടുണ്ടോ? ഇപ്പോൾ ആത്മവിശ്വാസം അഹങ്കാരത്തിൻ്റെ രൂപത്തിലേക്ക് മാറുമ്പോൾ അത് ജനം അംഗീകരിക്കില്ല. ആ രൂപത്തിലുള്ളൊരു പ്രതികരണമാണോ നിങ്ങളുടെ യുവ നേതാക്കളിൽ നിന്ന് വന്നത്? ലീഗിൽ നിന്ന് എന്ന് ഞാൻ പറയുന്നില്ല, പൊതു UDF-ൽ നിന്ന് എന്ന് ഞാൻ പറയുന്നു. അല്ല, എനിക്ക് അരുൺകുമാറിൻ്റെ സംസാരം കേട്ടപ്പോൾ ചിരിയാണ് തോന്നിയത്. എനിക്ക് മാത്രമാവില്ല, കേരളത്തിൽ ഇത് കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും അങ്ങനെ തോന്നുന്നു. കാരണം ധിക്കാരം, ഭീഷണി, അതുപോലെ തന്നെ അത്തരത്തിലുള്ള പെരുമാറ്റത്തിനുള്ള മറുപടിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വരവ് എന്നാണ്. സ്മൃതി, പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്ന വാചകം മലയാളി പരിചയിച്ചത് ഏത് നാവിൽ നിന്നാണ്? നമുക്കറിയാലോ. അത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ആരാണ്? ഞങ്ങളാരെങ്കിലുമാണോ? മലയാളിക്ക് പരിചയമുണ്ട്, മലയാളം മറന്നുപോയോ? CPIയുടെ ദിനപത്രത്തിൽ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കഴുതയാണ് എന്ന് വിളിച്ചത് ആരെയാണ്? ഞങ്ങളെയാണോ? UDF അല്ലല്ലോ, അത് LDF ആയിരുന്നില്ലേ? CPI മുന്നണിയിലായിരുന്നില്ലേ? ഇവരുടെ കൂടെ ആയിരുന്നില്ലേ? അതുകൊണ്ട് ധിക്കാരം, അഹങ്കാരം എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം സ്ഥാനാർത്ഥിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഇന്നലകളിൽ നടന്നു ഒന്ന് പരിശോധിച്ചാൽ മതി എന്ന് അരുൺകുമാറോട് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ അരുൺകുമാർ വൈകാരികമായി പറയുന്നുണ്ട്, സഖാവ് കുഞ്ഞാലി 60 വർഷം മുമ്പ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ചതുപോലെ ഞങ്ങൾ ഇത്തവണ ജയിക്കും. ഈ 60 വർഷത്തിനിടയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ഞങ്ങൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണോ? നിങ്ങളുടെ ചിഹ്നം നിങ്ങളുടെ വക്കലുണ്ടായിരുന്നില്ലേ? നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരീക്ഷ ഞങ്ങളെ കുഴപ്പമാണോ? അതുകൊണ്ട് അത്തരം പരിഹാസമായ വാചകങ്ങളൊക്കെ ഒഴിവാക്കാം. ഞാനിപ്പോൾ വളരെ ആധികാരികമായ ഒരു സ്ഥാനം പറയട്ടെ. ഇവിടെ ഇപ്പോൾ അരുൺകുമാർ സംസാരിക്കുമ്പോൾ പറഞ്ഞു വനം വന്യജീവി പ്രശ്നം ആ മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ്. ഞങ്ങൾക്കതിൽ എന്ത് ചെയ്യാൻ കഴിയും? കേന്ദ്ര ഗവൺമെൻറ്റല്ലേ ചെയ്യേണ്ടത്, അത് ഏത് കൊച്ചു കുട്ടിക്കും അറിയുമെന്നാണ്. ഞാൻ പറയട്ടെ, ഇത് ഇവരിറക്കിയിട്ടുള്ള നേരത്തെ പറഞ്ഞ പ്രോഗ്രസ് കാർഡിലെ 246-ാമത്തെ പേജ്, അധ്യായം 8, 726. ഞാനത് മുഴുവനായി വായിക്കുന്നില്ല. സ്മൃതിയുടെ കയ്യിലും അരുൺകുമാറിൻ്റെ കയ്യിലൊക്കെ ഉണ്ടാവും. ഒന്നെങ്കിൽ അരുൺകുമാർ പറഞ്ഞത് പച്ചക്കള്ളം, അതല്ലെങ്കിൽ നിങ്ങൾ ഇറക്കിയുള്ള പ്രോഗ്രസ് കാർഡിൽ പറഞ്ഞത് പച്ചക്കള്ളം. ഏതാണ് കള്ളമെന്ന് അരുൺകുമാർ പറഞ്ഞാൽ മതി. ഇതിൽ പറയാണ് കേരള ഗവൺമെൻറ് ഡിജിറ്റൽ സെൻസറിങ് വാളുകൾ ഉണ്ടാക്കും, അത് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യണം, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നല്ലേ കുറച്ചു മുമ്പേ അരുൺകുമാർ പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പറയാണ് ഞങ്ങളത് ഉണ്ടാക്കും. മാത്രമാണോ? ക്യാമറ ട്രാപ്പ് ഞങ്ങൾ ഉണ്ടാക്കും, എനിമൽ അലേർട്ട് സിസ്റ്റം ഞങ്ങൾ ഉണ്ടാക്കും, ഇവിടെ സോളാർ ഫെൻസിങ് ഞങ്ങൾ നടത്തും, മിഷൻ 2024 അത് ഫെൻസിങ് മിഷനായി ഞങ്ങൾ അവതരിപ്പിക്കും എന്ന് എഴുതി വെച്ചത് നിങ്ങളാണ്. എന്നിട്ട് അതേ ഗവൺമെൻറ് പ്രതിനിധി വന്നിട്ട് പറയാണ് ഞങ്ങൾക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യേണ്ടല്ലേ. ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത് അരുൺകുമാർ. അങ്ങ് പറയുന്നത് ഒന്നെങ്കിൽ കളവ്, അല്ല അങ്ങ് സത്യമാണോ പറയുന്നത്? നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് പറയുന്നത് കളവ്. ഒരു കാര്യം ഉറപ്പാണ്, പ്രോഗ്രസ് കാർഡ് പറയുന്നത് പൂർണ്ണമായി കളവാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കമില്ല. അങ്ങുമായി നേരിട്ട് ഡിബേറ്റിന് അത് മാത്രം വെച്ച് ഞാൻ തയ്യാറാണ്. നിങ്ങളിതിൽ പറഞ്ഞ പല കാര്യങ്ങളും പച്ച കളവാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പറഞ്ഞത് കേരളത്തിലെ പോലീസിങ്ങിനെ കുറിച്ച് മലയാളിക്ക് അറിയാമെന്നാണ്. ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ് കുമാർ, ഒന്ന് പറഞ്ഞു തരൂ. കഴിഞ്ഞ 4-5 വർഷമായി ഞങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ വസീഫിനോട് ഞങ്ങൾ ചോദിച്ചു, ADGP എന്തിനാ RSSന്റെ സെക്രട്ടറി ഈ പറഞ്ഞ റാം മാധവനെ പോയി കണ്ടത്? മലയാളിക്ക് അറിയാത്തൊരു കാര്യമാണ്. കേരളത്തിലൊരു MLA ഇല്ല, ആ സമയത്ത് കേരളത്തിലൊരു MP ഇല്ല, ഒരു MLA യും MP ഇല്ല, കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമല്ല. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഈ ADGP അജിത് കുമാർ എന്തിനാണ് RSSന്റെ നേതാവ് റാം മാധവനെ കണ്ടത്? അത് കേരളത്തിൽ വെച്ച് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ എന്തിന് കണ്ടതാണ്? ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. മാത്രമല്ല നമുക്കറിയാലോ, ദത്താത്രേയ ഹൊസബല്ലേ RSSന്റെ സെക്രട്ടറി വന്ന സമയത്ത്, RSSന്റെ സെക്രട്ടറി വന്നപ്പോഴും ഈ പറയുന്ന ADGP പോയി കണ്ടു. അപ്പോഴും നമ്മൾ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട്, നിങ്ങളൊന്ന് പരിശോധിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങളിപ്പോൾ പറയുന്ന പോലീസിൽ ഒരു പ്രശ്നമില്ല എന്നാണ്. നിങ്ങൾ ഇപ്പം ഞങ്ങൾ UDF-ഉം അതുപോലെ തന്നെ ഈ പറയുന്ന അൻവറും ഒക്കെ ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കി ആരോപണം ഉന്നയിച്ചതാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ആനി രാജ പറഞ്ഞല്ലോ കേരളത്തിന്റെ പോലീസിനകത്ത് RSS പിടിമുറുക്കുന്നു, തിരുവനന്തപുരത്ത് വിവേകാനന്ദ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് യോഗം നടക്കുന്നു എന്ന് പറഞ്ഞത് ആനി രാജയല്ലേ? ആനി രാജ CPIയുടെ നേതാവല്ലേ? അൻവറിന്റെ പാർട്ടിയാണോ?
ഞങ്ങളുടെ പാർട്ടിയാണോ? UDF ആണോ? നിങ്ങൾ പറയുന്ന പച്ച കള്ളമല്ല അരുൺകുമാർ. ഇനി ആനി രാജനെ നിങ്ങൾ തള്ളിക്കോ. കൈരളി ചാനൽ നിങ്ങളുടെ ചാനലല്ലേ? കൈരളി ചാനലിൽ ആദ്യമായി പറഞ്ഞ് തത്വമസി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, 29 അംഗ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വകാര്യ യോഗം നടന്നു എന്ന് ഒന്ന് ബ്രേക്കിംഗ് ന്യൂസ് നൽകിയത് ആരാ? ഈ റിപ്പോർട്ടർ ചാനലാണോ? അല്ലല്ലോ, നിങ്ങളുടെ പാർട്ടി ചാനൽ കൈരളി അല്ലേ? എന്നിട്ട് ഞങ്ങൾ ഉന്നയിച്ചത് ആരോപണമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കണം. ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറയാം അരുൺകുമാർ. കേരളത്തിന്റെ പോലീസുമായി ബന്ധപ്പെട്ട് ഇത് മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ SP ഉണ്ടായിരുന്നു സുജിത് കുമാർ. ആ സുജിത് ദാസ് നടത്തിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അനുഭവിച്ചവരാണ്. നിലമ്പൂർ മലപ്പുറത്താണ്, ഞങ്ങൾ നിരന്തരമായി അനുഭവിച്ചതാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ മലപ്പുറത്തുകാർ തീവ്രവാദികൾ, മലപ്പുറത്തുകാർ സ്വർണ്ണക്കള്ളക്കടത്തുകാർ, മലപ്പുറത്തുകാർ കഞ്ചാവ് കേസിലെ പ്രതികൾ, മലപ്പുറത്തുകാർ ഇവിടുത്തെ സകല തെമ്മാടിത്തരത്ത് നേതൃത്വം കൊടുക്കുന്നവർ എന്ന് പറഞ്ഞ് നിങ്ങളായിരുന്നില്ലേ? ഇവിടുത്തെ ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം കൊടുത്തിട്ട് എഴുതി വെച്ച് നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? അതിനെല്ലാം തിരിച്ചെഴുതിയ തെരഞ്ഞെടുപ്പാണ് ശ്രീ അരുൺകുമാർ. ഇത് നിങ്ങൾ പറയുന്ന നുണയും നിങ്ങൾ എഴുതി വെക്കപ്പെട്ട നുണയും നിങ്ങൾ പറയുന്നതും എഴുതി വെച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധം വേണ്ടേ? അതെങ്ങനെ പരസ്പര വ്യത്യാസം ഉണ്ടാകും? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എഴുതി വെച്ച പ്രോഗ്രസ് കാർഡും താങ്കൾ പറയുന്ന തമ്മിൽ പരസ്പര വിരുദ്ധമാകുന്നത് പരസ്പര കള്ളമാണ് പറയുന്നത്. നിങ്ങൾക്ക് പോലും ബോധ്യമുണ്ട്. നിങ്ങൾക്ക് പോലും അറിയില്ല എന്തൊക്കെ ഞങ്ങൾ എഴുതി വെച്ചതെന്ന്. അത്രമേൽ പച്ച കള്ളം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുക. ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക. ഞാൻ ഒരു മിനിറ്റ് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക സ്മൃതി. ലാസ്റ്റ് റൗണ്ട് ആണല്ലോ. ജനങ്ങളുടെ ജീവിതാനുഭവം ഉണ്ട്. പിന്നെ ശ്രീ അരുൺകുമാർ, ജനങ്ങൾ കറണ്ട് ബില്ല് സർവ്വകാല റെക്കോർഡിലാണ്. ഇവിടുത്തെ വെള്ളക്കരം സർവ്വകാല റെക്കോർഡിലാണ്. ഇവിടുത്തെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ പറയുന്ന ഈ പെൻഷൻ മാത്രമല്ലല്ലോ, തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെ മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്നുണ്ട്. അത് മാത്രമാണ്, പലചരക്ക് സാധനങ്ങളുടെ വില കുത്തനെ വർദ്ധിക്കുന്നുണ്ട്. ഡീസലിനും പെട്രോളിനും കേന്ദ്ര സർക്കാരിന്റെ പിഴയിൽ ഉൾപ്പെടെ നിങ്ങളുടെ സെസ് അധികമായി വരുന്നുണ്ട്. ഇവിടുത്തെ റോഡുകൾ നിങ്ങൾ ഈ പറയുന്ന നാഷണൽ ഹൈവേ ഒഴിവാക്ക്, PW റോഡുകളുടെ നിങ്ങളും സഞ്ചരിക്ക്. അത് അത്രയും വലിയ പ്രയാസകരമായ അവസ്ഥയിൽ നിൽക്കുന്നു. രാജ്യത്തെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് 2024 അങ്ങനെ ഓരോന്ന് വസ്തുതാപരമായി നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഈ ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ 22 മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പരാജിതനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ ഈ കണക്കുകൾ സഹിതം, വെറുതെ ഓളം വെച്ച് പറഞ്ഞു പോകാനല്ല, കണക്കുകളും തെളിവുകളും സഹിതം തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. അരുൺകുമാർ ഇവിടെ വന്ന് കളവ് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ പ്രോഗ്രസ് കാർഡ് കാണിച്ചതുകൊണ്ടോ കാര്യമില്ല. ജനങ്ങളുടെ വോട്ടായി മാറുമ്പോൾ അത് തിരഞ്ഞെടുപ്പുണ്ടാവും. റീൽസും കുതന്ത്രങ്ങളും പറ്റാതെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ രാഷ്ട്രീയക്കാരനാണ് സ്വരാജ് ജയിച്ചേ പറ്റൂ എന്ന്. ഇത് ആരെ കുത്തിക്കൊണ്ടാണ് സ്വരാജ് ജയിക്കണമെന്ന് പറയുന്നത്? ഇവിടെ ഞാൻ ഈ ബഹുമാനപ്പെട്ട കോൺഗ്രസ് UDFന്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. ഈ എറണാകുളത്തെ JFCM 2 കോടതിയിൽ CC നമ്പർ 145/2017, അതായത് ഇന്നേക്ക് 8 വർഷങ്ങൾക്ക് മുമ്പ് ഫയൽ ചെയ്ത കേസാണ്. ആ കേസ് സഖാവ് M സ്വരാജ് ഇവിടുത്തെ കേരള കൗമുദി പത്രത്തിനെതിരെ കൊടുത്ത ഒരു കേസാണ് ഇപ്പോൾ പെൻഡിങ് നിൽക്കുന്നത്. അതിലെ മുഖ്യപ്രതി ദീപു രവി, MS രവി മരിച്ചുപോയി. ആ പത്രത്തിന്റെ ഉടമയടക്കമുള്ളവരാണ്, മകനടക്കം ഇപ്പോൾ പ്രതിയാണ്. ആ കേസ് താൻ പറയാത്തൊരു കാര്യം CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞതായി മുഖ്യധാരാ മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്ന, പ്രധാനമായി കേരള കൗമുദിയിൽ വന്ന വാർത്തയ്ക്കെതിരാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പരസ്പര വിരുദ്ധമായ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന മണ്ടത്തരങ്ങൾ വെച്ച് ഈ ചാനൽ ചർച്ചയിൽ എത്ര അങ്ങ് പൊലിപ്പിക്കാൻ നോക്കിയാലും ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. CC 145/2007. ഞാൻ വേണമെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അങ്ങ് അയച്ചു തരാം. ഒന്ന് സഖാവ് താങ്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇവിടെ താങ്കൾ പറയാണ് പോലീസിങ് അതാണ് ഇതാണ്. ഒന്ന് ആലോചിച്ചോട്ടെ, ഈ മണ്ഡലത്തിന്റെ ചുറ്റുപാടുമാണല്ലോ മുത്തങ്ങയും മാറാടും എല്ലാം കിടക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തായിട്ട്. ഞാൻ പറഞ്ഞിട്ട് അല്ല, അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പം അവിടെ ഉണ്ട്. ആദ്യം ഉണ്ടായിരുന്നു, ഞാൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ല. ഈ കോൺഗ്രസും UDFും ഭരിക്കുമ്പോഴല്ലേ മുത്തങ്ങയിൽ ഏറ്റവും സാധാരണക്കാരായ ആദിവാസി സഹോദരങ്ങളെ ഭൂമിക്ക് ഒരു മണ്ണിന് വേണ്ടി സമരം നടത്തിയ എത്രയോ പേരെ ക്രൂരമായി തല്ലിക്കൊന്നു വെടിവെച്ച് അവരെ വഴിയാധാരമാക്കി അവർക്കെല്ലാം ഭൂമി കൊടുത്ത് 253 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. മാറാട് കലാപത്തെ പറ്റി താങ്കൾക്ക് അറിയാമല്ലോ. ആര് ഭരിക്കുമ്പോഴാണ് ഈ മാറാട് കലാപം ഉണ്ടായേ? എത്രയോ പേരെ ക്രൂരമായിട്ട് കൊന്നു, അവിടെ കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു, അതുപോലെ തന്നെ മൃതപ്രായരാക്കി മാറ്റി. ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 9 കൊല്ലമായി ഒറ്റ വർഗീയ കലാപമില്ലാത്ത നാടാണ് ഈ കേരളം. ക്രമസമാധാന പരിപാലനത്തിൽ 1ാം സ്ഥാനം ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് തന്നെ കൊടുത്ത സംസ്ഥാനമാണ് സംസ്ഥാന ഗവൺമെന്റ്. അതുപോലെ തന്നെ മാനവ വിഭവ സൂചികയിലും കേരളമാണ് 1ാമതെന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേദിവസം നിർമ്മലാ സീതാരാമൻ തന്നെ കേൾക്കൂ, എനിക്ക് അനുവദിച്ച സമയത്ത് എന്തു പറയുന്നത് ഞാനാ തീരുമാനിക്കണേ. ലീഗ് അല്ല പറയേണ്ടത്. ലീഗിന്റെ കാര്യം പറഞ്ഞാൽ മതി. നിങ്ങളുടെ സമയത്ത് പറഞ്ഞാൽ മതി. മാന്യത കാണിക്കൂ.
മാന്യത കാണിക്കൂ, മാന്യത കാണിക്കൂ, മാന്യത മര്യാദ കാണിക്കൂ. ഇത് തന്നെയാണ് താങ്കൾ പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാരും അഹങ്കാരം തലയ്ക്ക് പിടിച്ച് അല്ലല്ല എന്റെ സമയത്ത് എന്ത് പറയണം, ഇതാണ് അഹങ്കാരം. ഇത് തന്നെ അല്ലല്ല ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. UDF-ന്റെ, കോൺഗ്രസിന്റെ, ലീഗിന്റെ അഹങ്കാരം, പരിഹാസം, അധിക്ഷേപം, പരദൂഷണം, പരിഹാസവും അപമാനിക്കലും ഒക്കെ നിർത്തിവെച്ചു കഴിഞ്ഞാൽ അത് ഒരു നല്ല രീതിയാണ് എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ സ്വരാജ് ആകട്ടെ, സ്വരാജിന്റെ രീതികളിലും സംസാരത്തിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രചാരണത്തിൽ വളരെ മാന്യമായി അപ്പുറത്തെ സ്ഥാനാർത്ഥിയെ പോലും വ്യക്തിപരമായി ഒരു തരത്തിലും പ്രതികരിക്കാതെ ഇത് ആശയ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. രണ്ട് സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ്. പക്ഷേ നേതാക്കൾ അങ്ങനെയാണ് എന്നും താങ്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. രണ്ട് വശത്തും ആ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്, എല്ലാ സമയത്തുമുണ്ട്. അല്ല UDF പറയുന്നതും അല്ലല്ല UDF-ന്റെ നേതാക്കന്മാർ പറയുന്നതും ലീഗിന്റെ പ്രതീതി പറയുന്നതും അങ്ങനെ അങ്ങ് ഏറ്റെടുക്കില്ലേ സ്മൃതി? ഞാൻ എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും ആരുടെ ചോദ്യം ഏറ്റെടുക്കുന്ന രൂപത്തിൽ അരുണിന് പറയാൻ പറ്റില്ല. അരുൺകുമാറിന് പറയാനുള്ള അരുൺകുമാറിന് പറയാം. ഞാൻ ആരുടെങ്കിലും ഏറ്റെടുക്കുകയാണെന്നുള്ള വ്യാഖ്യാനം ഒന്നും വേണ്ട. താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ പറഞ്ഞോളൂ. ഇനി ഇടപെടലേ, ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിൽ UDF-ന്റെ നേതാക്കന്മാർ ഉയർത്തിയ ഓരോ പ്രസ്താവനയും അതുപോലെ ഓരോ ഇടപെടലും കൃത്യമായി വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഡേറ്റ് വേണോ, ടൈം വേണോ, ഇന്ന ദിവസത്തെ പ്രസംഗം, IMA ഇടപെടണം. ഈ ഡോക്ടർമാരെ മത്സരിപ്പിച്ച് വഴിയാധാരമാക്കുന്ന CPM-ന്റെ നടപടിക്കെതിരെ IMA ഇടപെടുന്ന 7 തെരഞ്ഞെടുപ്പിൽ അമ്പെ പൊട്ടി 4 ജില്ലകളിൽ പോയി അമ്പെ പരാജയപ്പെട്ട് ഈ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ചരിത്രത്തിൽ മന്ത്രിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ദയനീയമായി തോറ്റ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാവ്, സ്വന്തം പെങ്ങൾ പോയി BJP ചേർന്നു, അതുപോലും തടയാൻ പറ്റാത്ത നേതാവ്, ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തി കഴിഞ്ഞ ദിവസം നിങ്ങളുടെ എറണാകുളത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഇവിടുത്തെ ഇവിടെ കെ മുരളീധരൻ തമ്മിൽ നടന്ന ഫേസ്ബുക്ക് പോസ്റ്റ് തർക്കമാണല്ലോ അല്ലേ? രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, ഇങ്ങനെ തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. കെ മുരളീധരൻ നല്ല മറുപടി അദ്ദേഹം കൊടുത്തു, ശരി തന്നെ. അതല്ല പറഞ്ഞത്, അതാണ് ഇപ്പൊ താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ ന്യായീകരിക്കല്ലേ ഞാൻ പറഞ്ഞത്. അല്ലല്ല ഞാൻ പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 3 ദിവസമാകുമ്പോഴേക്കും സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ വിഷയത്തിലേക്ക് തന്നെയാ വരെ. 3 ദിവസമാകുമ്പോഴേക്കും സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ ആക്ഷേപചരങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് ആക്ഷേപഹാസ്യം എന്ന രൂപത്തിൽ തരംതാണ പ്രവൃത്തി നടത്തുന്നത് UDF ആയാലും BJP ആയാലും LDF ആയാലും പാലക്കാടും ആക്ഷേപഹാസ്യമൊക്കെ കണ്ടതാണെന്നേ. അപ്പോൾ അത് നിലമ്പൂരിൽ നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ നല്ല കാര്യം. ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്, തെരഞ്ഞെടുപ്പ് വിധിയിലുമുണ്ട്. ഞാൻ ഓരോ വസ്തുത പറയുമ്പോഴും കൃത്യമായി താങ്കൾ എന്തിനാ അത്ര ബേജാറാവണേ? UDF-നെ എന്തിനാ താങ്കൾ ഇത്ര ന്യായീകരിക്കണേ? ഞാൻ വസ്തുതാപരമായിട്ടല്ലേ പറയുന്നത്. എനിക്ക് ഖണ്ഡിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ആരോടായാലും ചോദിക്കും. അതിന് അരുൺകുമാറിന്റെ സീറ്റ് വേണ്ട. അരുൺകുമാർ, എനിക്ക് ചോദിക്കാനുള്ള ഞാൻ ചോദിക്കും. താങ്കൾ ഖണ്ഡിച്ചോ? ഏതെങ്കിലും ചേരിയിൽ കൊണ്ട് കെട്ടുമൊന്നും വേണ്ട. ചോദിച്ചോ? താങ്കളുടെ ചോദ്യത്തിന്റെ പിന്നിലുള്ള മണ്ടത്തരവും ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെന്നും നിങ്ങളുടെ നീലപ്പെട്ടി മണ്ഡലത്തിന്റെ വിധി എന്തായി? നീലപ്പെട്ടി മണ്ഡലത്തിന്റെ വിധി എന്തായി? അല്ലല്ല, അങ്ങനെ പറയണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തൊക്കെ സമീപനങ്ങൾ ഓരോ ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് കണ്ടിട്ടുള്ളതാണ്. നിലമ്പൂരിൽ അത് എടുക്കുന്നില്ലെങ്കിൽ നല്ല കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. നിലമ്പൂരിൽ നല്ല രൂപത്തിൽ പ്രചാരണം കൊണ്ടുപോകുന്നു രണ്ടു കൂട്ടരുമെങ്കിൽ നല്ല കാര്യമേ. ഒരു പുതിയ രീതിയിലേക്ക് നിങ്ങൾ വരുന്നെങ്കിൽ നല്ല കാര്യം, അഭിനന്ദനങ്ങൾ. ചില കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾക്കും പൊള്ളും, ചില കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾക്കും പൊള്ളും. അത് പൊതുസമൂഹത്തിൽ ചർച്ചയാകരുതെന്ന് താങ്കളും ആഗ്രഹിക്കും. അപ്പൊ താങ്കൾ കോൺഗ്രസ് എടുക്കുന്ന ന്യായീകരണം, ലീഗ് എടുക്കുന്ന ന്യായീകരണം താങ്കൾ എടുത്ത് കൃത്യമായിട്ടുള്ള എനിക്ക്
അല്ല, KT ജലീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. KT ജലീലിന്റെ നമ്പർ അങ്ങയുടെ കയ്യിലുണ്ട്. താങ്കൾ വിളിച്ചെന്തോ താങ്കൾക്ക് പ്രതികരണമില്ലേ? താങ്കൾക്ക് പ്രതികരണമില്ലേ ഞാൻ ചോദിച്ചത്. KT ജലീലിനോട് ചോദിക്കണമെന്ന് ഞാൻ ചോദിച്ചോളാം. താങ്കൾക്ക് പ്രതികരണമില്ലേ എന്നുള്ളതാണ്. ഇല്ല, എനിക്കൊരു പ്രതികരണം. KT ജലീൽ അല്ല, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. KT ജലീലിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് സഹിക്കുന്നില്ല, നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത് ചർച്ച ചെയ്താൽ ഞങ്ങൾ അച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട്. ചില കാര്യങ്ങളെയാണ് അപ്പുറത്ത് നവാസ് ഖണ്ഡിച്ചത്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ മതി, സമയം കളയണ്ട. അത് ഖണ്ഡിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. അത് കൃത്യമായിട്ടാ പറഞ്ഞ് അച്ചടിച്ച് ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തത്. ഇവർ ഖണ്ഡിക്കാൻ ഇരുന്നിട്ട് എന്താ കാര്യം? ജനം പരിശോധിക്കട്ടെ. വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വനത്തിന്റെ സൈഡിൽ ഫെൻസിങ് അത് സംസ്ഥാന ഗവൺമെന്റ് വച്ചില്ല. ചർച്ച ചെയ്തോട്ടെ. ഇത് ചർച്ച ചെയ്തതല്ലേ 2020. പ്രോഗ്രസ് റിപ്പോർട്ടാണ് നിങ്ങളുടെ പ്രധാന ആയുധം. പ്രോഗ്രസ് റിപ്പോർട്ടാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആയുധം. അതിൽ നിലമ്പൂരിൽ അത് വിധിയെഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. സമയക്കുറവുള്ളതുകൊണ്ടാണ്. നവാസ് വേഗം പറയുക, സമയം കഴിയുന്നു. പറയൂ, വേഗം പറയൂ നവാസ്. അല്ല, ഞാൻ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞൊരു കാര്യം അത് ഞാൻ പറയാം. ഒരു 8 മിനിറ്റ് സമയം മതി. കേരളത്തിലെ പോലീസിംഗ് നമ്പർ 1 ആണ് എന്ന് ശ്രീ അരുൺകുമാർ പറഞ്ഞു. അത് പ്രോഗ്രസ് റിപ്പോർട്ടിലുണ്ട് എന്നാ പറഞ്ഞ്. ശ്രീ അരുൺകുമാർ, പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഒരു കാര്യമില്ല. കേരളത്തിന്റെ ഈ രാജ്യത്തിന്റെ ഈ പോലീസിംഗുമായി ബന്ധപ്പെട്ട് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഉണ്ട്. താങ്കൾ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ പോകണം. താങ്കളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലല്ല. അതിൽ പറയുന്നതെന്ന് അറിയോ? 39% ക്രൈം വർദ്ധിച്ച കേരളം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഞാനത് പറയുന്നത് പെർ ക്യാപിറ്റൽ റേഷ്യോ പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഉത്തർപ്രദേശ് ആണെങ്കിൽ രണ്ടാമത് കേരളമാണ്. സാർ മിണ്ടാതിരിക്കും. സാർ താങ്കൾ പറഞ്ഞില്ലല്ലോ. താങ്കൾ പറഞ്ഞ ബാധകല്ലേ? പ്രോഗ്രസ് റിപ്പോർട്ട് പറഞ്ഞല്ലോ. ഞാൻ അനുവദിക്കാത്ത ഘട്ടത്തിൽ പരിശോധിക്കുക. ഞാനൊന്ന് ഭയപ്പെടുന്നത് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാറുണ്ടേ. ഞാനൊന്ന് പറഞ്ഞാൽ കണക്ക് പ്രകാരം എന്തിനു ഭയപ്പെടണം? പുതിയ ഐഡിയ ഒന്നല്ല, അതൊന്നും ഇറക്കല്ലേ. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒഴിവാക്ക്. സീന് കഴിഞ്ഞ ഉടായിപ്പെടുക്കല്ല. ഞാനൊന്ന് പറയട്ടെ. പോലീസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് കേന്ദ്രത്തിൽ നിന്ന് എന്തോ ഒരു പുരസ്കാരമാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ നമ്മുടെ മുന്നിൽ ഒരു സാക്ഷ്യമായിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നിയമസഭ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പോൾ പറയാം. ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നിലമ്പൂർ ചർച്ച അവസാനിക്കുന്നില്ലല്ലോ. നാളെ വീണ്ടും കാണാം. വളരെ നന്ദി. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, PK നവാസ്, KT അബ്ദുറഹ്മാൻ, അരുൺ ലക്ഷ്മൺ ചർച്ചയിൽ പങ്കെടുത്തു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.